നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ടൈപ്പിംഗ്. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും, പലതും എഴുതേണ്ടി വരും. അത് മാത്രമല്ല, നമുക്ക് മറ്റ് ഭാഷകളിൽ ഇംഗ്ലീഷിലുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് കറക്റ്റായിട്ട് അറിയുണ്ടാകില്ല, ശരിക്കും ഇംഗ്ലീഷ് അറിയുണ്ടാകില്ല. അപ്പം നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ ഒരു മെസ്സേജായിട്ട്, ടെക്സ്റ്റ് മെസ്സേജായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള മറ്റ് ഭാഷകളിൽ, ഏത് ഭാഷയിലേക്കാണോ വേണ്ടി ആ ഭാഷയിലേക്ക് നമുക്ക് മാറ്റി ടെക്സ്റ്റ് മെസ്സേജാക്കി സെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് gboard. നിങ്ങൾ gboard ഉപയോഗിക്കുന്നില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഒരുപാട് ഫീച്ചറുകളിലെ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കീബോർഡാണ് ഗൂഗിളിൻ്റെ കീബോർഡ്. നിങ്ങൾ gboard ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേട്ടോ. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിന്ന് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കുക. ഓൾറെഡി ഞാൻ ഉപയോഗിക്കുന്നത് gboard. ഒരുപാട് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കീബോർഡാണ് gboard. ഈ gboardൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി എങ്ങനെയാണ് gboard ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിക്ക് ചാനലിലൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാം. ഇവിടെ നമുക്ക് ലാംഗ്വേജ്, ഏതൊക്കെ ലാംഗ്വേജ് വേണമെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. മേലെ ലാംഗ്വേജ് ഉണ്ട്, മലയാളം, ഇംഗ്ലീഷ് ഞാൻ സെറ്റ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് വോയിസ് ടൈപ്പിംഗ്. ഈ വോയിസ് ടൈപ്പിംഗ് എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ഓണാക്കി കൊടുക്കുക. അത് ഓഫിലാണെന്നെങ്കിൽ ഓണാക്കി കൊടുക്കുക. വോയിസ് ടൈപ്പിംഗ് ഓണാക്കിയാലാണ് നമുക്ക് പറയുന്ന കാര്യങ്ങൾ ടെസ്റ്റായിട്ട് കിട്ടും. ഇനി ബാക്ക് വരിക. കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ മേലെ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു ചിഹ്നം കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ 2 ബോക്സ് ആയിട്ട് വരും. ഇവിടെ ഒന്നാമത്തെ ഭാഷ, നമുക്ക് ഏത് ഭാഷയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മലയാളമെങ്കിൽ മലയാളം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ. അത് ഞാൻ മലയാളം സെറ്റ് ചെയ്ത്. രണ്ടാമത്തെ ഭാഷ നമുക്ക്, ഞാനിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഭാഷയാണോ വേണ്ടി ആ ഭാഷ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷ്. ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ട ഭാഗത്ത് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് വോയിസ് ടൈപ്പ് ചെയ്യാനുള്ള മൈക്ക് ഉണ്ട് ഈ സൈഡിൽ. ഈ മൈക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണോ പറയേണ്ടത് അത് പറയാം. ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. നീ ഇപ്പോൾ എവിടെയാണ്, എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ കണ്ടോ, ഞാൻ എന്താണോ സംസാരിച്ചത് ആ മലയാളത്തിലുള്ള എൻ്റെ സംസാരം ഇവിടെ ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റായിട്ട് വന്ന്, താഴെ നമ്മൾ സംസാരിച്ചതുണ്ട്, മേലെ ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റും ഉണ്ട്. എന്നിട്ട് അതങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് ഭാഷയിൽ ഉള്ള കാര്യങ്ങളും മറ്റേതൊരു ഭാഷയിലേക്കും വോയിസ് ടൈപ്പിങ്ങിലൂടെ ടെക്സ്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് സെൻഡ് ചെയ്യാം. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട്, ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.